സൗദിയിലെ അസീറിലുള്ള ജറാഷ് ചരിത്ര പ്രദേശത്ത് വേനലിന് ശേഷം പുരാവസ്തു പരിശോധന പുനരാരംഭിക്കും. പരിശോധനയിൽ നേരത്തെ ഇവിടെ ആഭരണങ്ങളും നാണയങ്ങളും കണ്ടെത്തിയിരുന്നു. അസീർ മേഖലയിലെ കാമിസ് മുഷയത്തിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ അകലെയാണ് അഹദ് റുഫൈദ. ഇവിടെയാണ് 3000 വർഷത്തോളം പഴക്കമുള്ള ജറാഷ് ചരിത്ര പ്രദേശം. ക്രിസ്തുവിന് മുന്നേയുള്ള ജനവാസമായിരുന്നു ഇവിടെയുണ്ടായിരുന്നത്. വിഗ്രഹത്തെ ആരാധിക്കുന്നവരായിരുന്നു ഭൂരിഭാഗം പേരും. പതിയെ ആ ജനസമൂഹം ക്രിസ്തുവിനു ശേഷം ഇസ്ലാമിനും വഴിമാറി. അവിടെ നിന്നും കണ്ടെടുത്ത വസ്തുക്കളും ആഭരണങ്ങളും പണവുമെല്ലാം വിവിധ കാലഘട്ടത്തിലേക്കുള്ള വെളിച്ചമായിരുന്നു. അഹദ് റുഫൈദയിലെ അസ്സലാമ എന്ന പ്രദേശത്താണ് ഈ സ്ഥലം. ഈ പ്രദേശം ഒരു ഓപ്പൺ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വിസിറ്റർ സെന്ററും സ്ഥാപിച്ചു. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സ്ഥലം തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും ചരിത്ര പ്രദേശത്തേക്ക് പ്രവേശിക്കാം. അത് മുഴുവൻ നടന്നു കാണാൻ പാലവും സ്ഥാപിച്ചിട്ടുണ്ട്. യമനിലെ ഹിമ്യർ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്തെ ഈ പ്രദേശമുണ്ട്. ഇന്നത്തെ സൗദിയിലെ നെജ്റാൻ അടക്കം ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. യമനിൽ നിന്നും പണ്ടത്തെ കച്ചവട കേന്ദ്രങ്ങളിലായിരുന്ന മക്കയിലേക്കും ഷാമിലേക്കുമുള്ള വഴിയിലായിരുന്നു ജറാഷ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം. മൃഗത്തിന്റെ തോൽ കൊണ്ട് ലെതർ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നവരായിരുന്നു ആ ജനത. ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധർ. പീരങ്കി കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതിന്റെ ആദിമ രൂപമായിരുന്ന ആയുധങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. ഒപ്പം സ്വർണ്ണാഭരണങ്ങൾ, നാണയങ്ങൾ, മൺപാത്രങ്ങൾ, തുകൽ വസ്തുക്കൾ എന്നിവയും കണ്ടെടുത്തു. മക്കയിൽ പ്രവാചകന്റെ വരവോടെയാണ് ഈ പ്രദേശത്തുകാർ ഇസ്ലാമിലേക്ക് കടക്കുന്നത്. അന്നു മുതൽ അബ്ബാസിയ കാലഘട്ടം വരെ നിലനിന്ന പ്രദേശം പിൽക്കാലത്ത് മണ്ണിൽ മറയുകയായിരുന്നു. വേനലിന് ശേഷം തുടങ്ങുന്ന പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 അബഹ.